മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും നൂനം. സ്നേഹമുള്ള അരിമ്പൂര് ഇടവയിലെ സഹോദരീ സഹോദരന്മാരെ, വീണ്ടും ഒരു നോമ്പുകാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും കാരുണ്യവും സ്നേഹവും ആവോളം അനുഭവിക്കാനുള്ള ഒരു വലിയ ദിവസങ്ങളായിരിക്കട്ടെ നമ്മുടെ മുമ്പിൽ നോമ്പുകാലമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് നാം നോമ്പ് അനുഷ്ഠിക്കുന്നത്, അല്ലെങ്കിൽ നോമ്പുകാലത്തിലൂടെ കടന്നു പോകേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ആത്മവിശുദ്ധീകരണം, ആത്മനവീകരണം. അത് എല്ലാവരും ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നുണ്ടെങ്കിൽ അതെങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യങ്ങൾക്കനുസൃതമായി അത് നടപ്പാക്കാൻ, അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം, അല്ലെങ്കിൽ ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടെത്താനുള്ള അവസരമായിരിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകളുടെ വശങ്ങൾ അല്ലെങ്കിൽ ഓരങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ കർത്തവ്യം എന്ന് ഈ അവസരത്തിൽ നമ്മളെല്ലാവരും തിരിച്ചറിയണം. ഓരോ മനുഷ്യനും കഴിവുകളുമുണ്ട്, കുറവുകളുണ്ട്. കർത്താവ് പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. ഓരോ മനുഷ്യനിലും നാം നന്മ കണ്ടെത്താനും അതുപോലെ തന്നെ അവനവൻ്റെ കുറവുകൾ കണ്ടെത്താനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആത്മവിശുദ്ധീകരണം മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും ആത്മീയ ഭൗതിക വളർച്ചയ്ക്ക്, സമഗ്രതയ്ക്ക് നമ്മെ സഹായിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ്. ആകയാൽ ഈ നോമ്പുകാലം നമ്മുടെ ചുറ്റുപാടുകളിലുള്ള നന്മകളെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും വളർത്താനും ഒരു കൂട്ടായ പ്രയത്നത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവനവൻ്റെ ഓരോ വ്യക്തിയുടെയും കൊച്ചു കൊച്ചു പോരായ്മകളെ കണ്ടെത്തി പരിഹരിക്കാൻ ആത്മാവിൻ്റെ അഭിഷേകം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ എല്ലാവരെയും അനുസ്മരിപ്പിക്കുകയാണ്. ഈ ദിവസം വിശുദ്ധ കുർബാന മധ്യേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചിലതിനെ നിഷേധിക്കാനും ചിലതിനെ സ്വീകരിക്കുവാനും ചിലതിനോട് നോ പറയാനും ചിലതിനോട് എസ് പറയാനും ചിലതിനോട് സഹിഷ്ണുത കാണിക്കാനും ചിലത് വിട്ടുവീഴ്ച ചെയ്യാനും ചിലത് ക്ഷമിക്കാനും നമുക്ക് കഴിയണം. അങ്ങനെ യേശു സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും പരപ്പും ഈ നോമ്പുകാലത്തിലൂടെ നാം നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ള ഓരോ മനുഷ്യരും അനുഭവിക്കാനും അനുഭവപ്പെടുത്താനും നമ്മുടെ സാന്നിധ്യം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കൂട്ടായ പ്രയത്നങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം, കൂട്ടായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ നോമ്പുകാലം ഫലപ്രദമായ നന്മകളാൽ സമ്പന്നമായ, കർത്താവ് പറയുന്ന പോലെ 100ഉം 60ഉം മേനി ഫലം നൽകുന്ന ഒരു വിളവെടുപ്പിൻ്റെ കാലമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും സമാഗതമാകുന്ന നോമ്പുകാലത്തിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.